കർണാടകയിൽ മറ്റൊരു കുട്ടിക്ക് കൂടി HMPV വൈറസ് സ്ഥിരീകരിച്ചു. 3 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. രോഗം സ്ഥിരീകരിച്ച് 8 മാസം പ്രായമുള്ള കുഞ്ഞ് സുഖം പ്രാപിച്ചു വരികയാണ്. അതേസമയം 2 കുട്ടികൾക്കും വിദേശയാത്രാ പശ്ചാത്തലമില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ പതിവ് പരിശോധനയ്ക്കിടെയാണ് 2 കുട്ടികളിലും രോഗം കണ്ടെത്തിയതെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ നിരീക്ഷിക്കുന്നതിന് ICMR പരിശോധന നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 2 കേസുകളും തിരിച്ചറിഞ്ഞതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ചൈനയിൽ പടരുന്ന HMPV അഥവാ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഇന്ത്യയിലും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രോഗസ്ഥിരീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തയ്യാറെടുപ്പുകൾക്കായി ഇന്ന് യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങളോടെയുള്ള HMPV എന്ന ശ്വാസകോശ രോഗം ചില വിഭാഗങ്ങളിൽ സങ്കീർണമായേക്കാം. പ്രത്യേകിച്ച് കുട്ടികൾ, മുതിർന്നവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ തുടങ്ങിയവർ കരുതലെടുക്കേണ്ടത് പ്രധാനമാണെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഗുരുതരമായ രോഗങ്ങൾ ഉള്ളവർ, പാലിയേറ്റീവ് ചികിത്സ എടുക്കുന്ന ആളുകൾ തുടങ്ങിയവരും കൂടുതൽ ജാഗ്രത പുലർത്തണം. ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളുള്ളവർ മാസ്കുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചില ഘട്ടങ്ങളിൽ ഈ വൈറസ് ന്യൂമോണിയയ്ക്ക് കാരണമാവുകയോ ഗുരുതരമായ ശ്വാസകോശ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയോ ചെയ്യാം. മഞ്ഞുകാലങ്ങളിലും തണുപ്പ് കൂടിയ സമയങ്ങളിലുമാണ് പൊതുവെ ഈ രോഗം വ്യാപകമായി കാണപ്പെടുന്നത്. ചൈനയിലെ രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ത്യയിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ശനിയാഴ്ച സംയുക്ത യോഗം വിളിച്ചു ചേർത്തതിന് പിന്നാലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയോട് സമയബന്ധിതമായി വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ചൈനയിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് സ്ഥിതി അസാധാരണമായി കണക്കാക്കാനാവില്ലെന്നും നിലവിലെ രോഗികളുടെ നിരക്ക് വർധനയ്ക്ക് പിന്നിൽ RSV, ഇൻഫ്ലുവൻസ വൈറസ്, HMPV തുടങ്ങിയവയാണെന്നും സീസണലായി കണ്ടുവരുന്ന സാധാരണ രോഗകാരികൾ തന്നെയാണ് ഇവക്ക് പിന്നിലെന്നും പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.